അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു തആല ഈ അതിശ്രേഷ്ഠമായ ദുആക്ക് ഇജാബത്തുള്ള ഈ സമയം നമ്മളെല്ലാവരെയും ഈ സദസ്സിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. എന്തെല്ലാം പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഈ സദസ്സ് കൊണ്ട് നമുക്ക് കിട്ടാനുണ്ടോ അത് മുഴുവനും അള്ളാഹു നൽകട്ടെ, ആമീൻ. പരിപാവനമായ ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ 10ഉം രണ്ടാമത്തെ 10ഉം നമ്മളിൽ നിന്നും വിട പറഞ്ഞ് മൂന്നാമത്തെ 10 ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് പരിശുദ്ധമായ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കാനുള്ളത്. ഹാജിമാരൊക്കെ വലിയ ആവേശത്തിലാണ്. അള്ളാഹു തആല അവിടെ എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ, ഖൈറ് കൊടുക്കട്ടെ, എല്ലാവിധത്തുള്ള അപകടങ്ങളെ തൊട്ടും അള്ളാഹു കാക്കട്ടെ. 26ഓളം ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമമാണല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ വലിയ സാധ്യതയുണ്ട്. അള്ളാഹു എല്ലാ തരത്തിലുള്ള അപകടങ്ങൾ മുസീബാത്തുകളെ തൊട്ട് അവരെയും നമ്മളെയും കാക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസ പ്രശ്നങ്ങളും, ഒരുപാട് സങ്കടങ്ങളുള്ളവരുണ്ട്, അതുപോലെ പ്രവാസികളായ ഒരുപാട് പേര് ശമ്പളമൊക്കെ മുടങ്ങിക്കിടക്കുവാണ് ഉസ്താദെ, പ്രത്യേകം ദ്വാരക്കാനൊക്കെ പറഞ്ഞവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും മാറാൻ ദിക്ർ വഴി, നമുക്ക് തസ്ബീഹ് വഴിയേ നമുക്ക് പറ്റൂ ഇൻഷാ അല്ലാഹ്. അതിന് പറ്റിയ ചില ദിക്റുകളും തസ്ബീഹുകളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, ആമീൻ. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ദുആ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമായി പറയേണ്ട നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന എല്ലാ അബദ്ധങ്ങളും അള്ളാഹു പുറത്തു തന്ന് നമ്മുടെ ഇനിയുള്ള ജീവിതം എല്ലാവിധ ഖൈറിലുമാവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം ഒരു ഇസ്തിഗ്ഫാർ പറയാം. എല്ലാവരും ഒന്നിച്ചു പറയട്ടോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ റബ്ബൽ അർശിൽ അലീം. 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 ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്വലാത്ത്, അതിപ്രധാനപ്പെട്ട സ്വലാത്തുകളുടെ നേതാവ്, സ്വലാത്തുകളുടെ രാജാവ്, അത് വേറെ ഒന്നുമല്ല, മഹത്വങ്ങളേറെ ഉള്ള ഇബ്രാഹിമിയ സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ നേട്ടം എത്ര പറഞ്ഞാലും തീരില്ല, നിരവധിയാണ്. ഇൻഷാ അല്ലാഹ് ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറയാം.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. നമ്മൾ എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ആദ്യം പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കാണ്, അല്ലേ? ഒരാൾ ബിസ്മി പറഞ്ഞിട്ട് എന്ത് നല്ല കാര്യം തുടങ്ങിയാലും അതിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ എല്ലാത്തിലും ബിസ്മി പറയണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ നല്ല കാര്യത്തിലും അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടാവാൻ ഇപ്പം തന്നെ നമുക്കൊരു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിരവധി ആളുകൾ നമ്മളോട് ഉസ്താദേ പ്രത്യേകം ദുആ രക്കണേ, ഞങ്ങളുടെ രോഗങ്ങൾ മാറണം, ഞങ്ങളുടെ അസുഖങ്ങൾ മാറണം. ഇതിപ്പോൾ എന്നോട് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരോടും പല ആളുകളും പറഞ്ഞിട്ടുണ്ടാകും രോഗങ്ങൾ ശിഫയാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ രോഗങ്ങൾ ശിഫയാവാനും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങൾ ശിഫയാവാനും നമുക്കൊന്ന് ദുആ രക്കണം. എങ്ങനെയാണ് ദുആ എന്നറിയോ? ഇൻഷാ അല്ലാഹ് ഈ ദുആ നിങ്ങളുടെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയിലും ഉൾപ്പെടുത്താൻ മറന്നു പോകരുതേ. നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും രോഗങ്ങൾ മാറാൻ ഈ ദുആ പതിവാക്കുക. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. പല ചെറുപ്പക്കാരും പറയുന്ന പരാതി, ഉസ്താദേ ഞങ്ങൾക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പല ആളുകളോടും പകൽ സംസാരിക്കാറുണ്ട്, പല കൂട്ടുകാരന്മാരോടും സംസാരിക്കും, പല വീഡിയോകൾ കാണുന്നുണ്ട്. ഇപ്പോൾ യുക്തിവാദികളുടെ പ്രസംഗങ്ങൾ, അതുപോലെ ദൈവമില്ല പടച്ചോനില്ല എന്നൊക്കെ പറഞ്ഞുള്ള പല വീഡിയോകളും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയാണ്. അല്ലാഹ് ഉണ്ടോ? ഇസ്ലാം ശരിയാണോ? അങ്ങനെ നമ്മുടെ ഈമാനിൽ ഒരു ചാഞ്ചാട്ടം വരുന്നത് പോലെ തോന്നുന്നു. ഞങ്ങൾക്ക് ഈമാൻ ഒന്ന് ഉറച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? പല ആളുകളും പറയുന്നൊരു വലിയ വിഷമമാണ്. അപ്പോൾ നമ്മുടെ ദീൻ, നമ്മുടെ ഈമാൻ അത് ഉറച്ചു കിട്ടാൻ ഒരു ദിക്ർ നമ്മൾ എപ്പോഴും പതിവാക്കുക. എന്ത് മോശത്തരമായ ചിന്ത വന്നാലും ഈ ദിക്ർ, ഈ ഒരു ദുആ നമ്മൾ പതിവാക്കിയാൽ മതി. ഏതാണ് ആ ദിക്ർ? എല്ലാവരും പറയും, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി
ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ റളീതു 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 ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അൽഹംദുലില്ലാ, നമ്മളിൽ നിന്നും ഹജ്ജിനായി ഒരുപാട് പേര് പോയിട്ടുണ്ടല്ലേ. അള്ളാഹു എല്ലാവരുടെയും ഹജ്ജും ഉംറയൊക്കെ മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കട്ടെ. ഹജ്ജാജിമാർക്ക് നമ്മൾ ദ്വാരക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം. എങ്ങനെയാ ഹാജിമാർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കേണ്ടത്? അതിങ്ങനെയാണ്, എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞ്. ഹാജിമാർക്ക് വേണ്ടി നാട്ടിലുള്ള ആളുകൾ ദുആ ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. നമ്മളൊക്കെ ഈ വർഷം ഹജ്ജിന് ഭാഗ്യം കിട്ടാത്തവരാണ്.
പല ആളുകളും ഹജ്ജിന് കൊടുത്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. പൈസയുടെ പ്രശ്നം, ചില ആളുകൾക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നം, മറ്റ് സൗകര്യങ്ങളുടെ പ്രശ്നം കൊണ്ട് എന്താണ് ഈ പ്രാവശ്യം ഹജ്ജിന് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കും ഇൻഷാ അല്ലാഹ് വരുന്ന വർഷങ്ങളിലൊക്കെ ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, അതിനുള്ള തൗഫീഖ് ഉണ്ടാവണം. അതിനൊക്കെ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ നമുക്ക് ദുആ തുടങ്ങാം. എങ്ങനെയാ ഹജ്ജിനുള്ള തൗഫീഖ് കിട്ടാൻ നമ്മൾ ദുആരക്കേണ്ടത്? അതിങ്ങനെയാണ്. എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരുപാട് ഇസ്മുണ്ട്. നമ്മളൊക്കെ ഇസ്മുകൾ പറയുന്നവരാണ്, അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയുന്നവരാണ്. എന്നാൽ സ്പെഷ്യലായി ഈ ഒരു ഇസ്മു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടും. അത് കിട്ടിയാൽ പോരെ, വേറെ ആരുടെ ഇഷ്ടം കിട്ടിയിട്ട് ഒന്നുമില്ല. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടിയാൽ മലക്കുകളുടെ ഇഷ്ടം കിട്ടിയതുപോലെയാണ്. അതായത് മുഴുവൻ മലക്കുകളുടെയും ഇഷ്ടവും സ്നേഹവും നമുക്ക് കിട്ടാൻ ഇനി പറയുന്ന ഇസ്മ നമ്മൾ നിത്യമായി പറയണം. ഏതാ ഇസ്മ പറഞ്ഞാലോ? യാ ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ്. ചൊല്ല്, യാ ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ്. യാ ബർറു يا والي يا متعالي يا الله. يا بر 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 يا والي يا متعالي
متعالي يا الله يا بر يا والي يا 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 متعالي يا الله يا بر يا والي. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും കുഞ്ഞു സൂറത്ത് ഏതാ? സൂറത്തുൽ കൗസറാണ്. 3 ആയത്തേ ഉള്ളൂ. സൂറത്തുൽ കൗസർ. ഇതിൻ്റെ ശ്രേഷ്ഠത അറിയോ? ഇൻഷാ അല്ലാഹ് ഓതാൻ പറ്റുന്നവരൊക്കെ കൂടെ ഓദിക്കോ. ഓതാൻ പറ്റാത്ത, നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അത് കേട്ടിരുന്നാൽ മാത്രം മതി. വളരെ ശ്രേഷ്ഠതയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനും നബിതങ്ങളുടെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനും പറ്റുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. ഈ സൂറത്ത് നിത്യമാക്കണമെന്നാണ്. ഈ സൂറത്ത് നിത്യമാക്കിയാൽ ശത്രുക്കളുടെ ഉപദ്രവം, അയൽവാസികൾ ശത്രുക്കളാണ്, ബന്ധുക്കൾ ശത്രുക്കളാണ്, ആരാണെന്ന ശത്രു, ആരാ മിത്രം നമുക്കറിയില്ല, എല്ലാ തരത്തിലുള്ള ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടാൻ ഈ സൂറത്ത് പതിവാക്കണമെന്നാണ്. നമുക്ക് ഓതിയാലോ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. പരിപാവനമായ ഹജ്ജ് കർമ്മം, ആ ഹജ്ജ് കർമ്മത്തിന് ഈ വർഷം ഭാഗ്യം കിട്ടിയില്ല ഉസ്താദ്. ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല.
ഹജ്ജ് കമ്മിറ്റി വഴിയൊക്കെ നോക്കി, പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ നറുക്ക് വീണില്ല, ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ പ്രൈവറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഈ വർഷം ഏതായാലും ഹജ്ജിന് തൗഫീക്ക് കിട്ടിയില്ല, അടുത്ത വർഷം ഹജ്ജിന് പോകണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ദുആ പറയാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമുക്ക് ഒന്നിച്ചു പറയാം. അതായത് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടോ നമ്മൾ മക്കത്തെത്തിയിരിക്കും, അതിന് പറ്റിയൊരു ദുആയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ആ ദുആ ഒന്ന് പറയാം. അല്ലാഹു തആല ഈ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനും ഉംറ കർമ്മത്തിനും അല്ലാഹു തആല മക്കയിൽ നമ്മൾ എത്തിക്കുമാറാവട്ടെ. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ഉറക്കെ പറയാം, ഒന്നിച്ച് പറയാം. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നിരവധി ആളുകൾ ഉസ്താദേ ഇന്നത്തെ ദുആ മജ്ലിസിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണേ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ ദുആരക്കും എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദുആയിൽ ഉണ്ടാകും. അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുറാഹിമീനായ കരുണയുള്ള അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹു ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്, പാപങ്ങൾ ചെയ്തു പോയവരാണ്. എല്ലാം നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടുപോയി ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നൽകണേ അല്ലാഹ്. ഒരുപാട് നന്മകൾ ചെയ്യാനും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കിട്ടാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാണ്, സങ്കടങ്ങളുള്ളവരാണ്. എല്ലാം നിനക്കറിയാം, നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഈ പറഞ്ഞ ദിക്റുകളുടെ സ്വലാത്തുകളുടെ തസ്ബീഹിൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം രോഗത്തിൻ്റെ
രോഗത്തിൻ്റെ അണുക്കളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല, നീ എല്ലാം അറിയുന്നവനാണ്. എന്തെങ്കിലും മാരകമായതും അല്ലാത്തതുമായ അസുഖത്തിൻ്റെ രോഗാണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ട് ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ റഹ്മാനെ, ഈ ദിക്റിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗവും നീ ശിഫയാക്കി തരണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ അല്ലാഹുവേ, അതുപോലെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ രോഗങ്ങൾ, ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു മുഴുവൻ ആളുകളുടെയും അസുഖങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആന്തരികമായ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ, നീ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. ഹോസ്പിറ്റൽ കഴിയുന്നവരുണ്ട്, ഗർഭിണികളായ ഉമ്മമാരുണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. നൽകിയിട്ടുള്ള മക്കളിൽ നീ നന്മ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ നീ ഉയർച്ച നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ അല്ലാ. അവരുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വീടില്ലാത്തവരുണ്ട്, വാടക വീട്ടിൽ കഴിയുന്നവരാണ് റഹ്മാനെ, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, വേഗത്തിൽ എളുപ്പത്തിൽ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. കടങ്ങളുള്ളവരുണ്ട് അല്ലാഹുവേ, ലക്ഷങ്ങൾ കടങ്ങളുള്ളവർ, കോടികൾ കടങ്ങളുള്ളവർ, എല്ലാവരുടെയും കടങ്ങൾ വീട്ടാനുള്ള എളുപ്പമാർഗം നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് റഹ്മാനെ. ഖൈറായ ഇണകളെ നീ അവർക്ക് അടുപ്പിച്ചു നൽകണേ അല്ലാ. സ്ഥലവും വീടും വിറ്റുപോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റഹ്മാനെ, അത് നീ വേഗത്തിൽ എളുപ്പത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, നിരവധി പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് പല ആളുകളും പരീക്ഷിക്കപ്പെടുകയാണ്. എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. കുടുംബത്തിൽ സ്വസ്ഥത നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. പ്രവാസികളായ നിരവധി സഹോദരന്മാര് സഹോദരിമാര് ദ്വാരക്കാൻ പറഞ്ഞു, അവരുടെയൊക്കെ ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും എല്ലാ ജോലികളിലും നീ സലാമത്തും റാഹത്തും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, നിരവധി ആളുകളാണ് ഞങ്ങളോട് ദുആ ചെയ്യാൻ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞത്. ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി ആവശ്യങ്ങൾ പറയുന്നവർ, നിരവധി സങ്കടങ്ങൾ പറഞ്ഞവർ. അല്ലാഹു എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും സങ്കടങ്ങൾ നീ മാറ്റി കൊടുക്കുകയും ചെയ്യണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അതിന് ഭാഗ്യം കിട്ടാത്ത നിരവധി പേരുണ്ട് റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും, പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും നീ തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും പോയിട്ടുള്ള ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീക്ക് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു, സ്കൂളുകളിലേക്ക് പോകുന്നവരാണ്. അവരുടെ പഠനത്തിൽ നീ മികവ് കൊടുക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും എല്ലാവിധത്തിലുള്ള മോശത്തരങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. അല്ലാഹു, മയക്കുമരുന്നിൻ്റെ, കഞ്ചാവിൻ്റെ, കള്ളിൻ്റെ അടിമകളാകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾ വയസ്സാകുമ്പോൾ ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങളിൽ പല ആളുകളും. ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശങ്ങൾ നീ സഫലമാക്കുകയും അതുപോലെ തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരാനിരിക്കുന്നു എല്ലാം നീ തട്ടി മാറ്റണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഗസയിലെ, ഫലസ്തീനിലെ, മറ്റു പ്രദേശങ്ങളിലൊക്കെ, ഇന്ത്യയിലെ പല സ്ഥലത്തും മുസ്ലിമീങ്ങൾ വലിയ പ്രതിസന്ധിയില, പ്രശ്നത്തില. അല്ലാഹു, നീ സമാധാനം നൽകണേ അല്ലാ. ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരാനിരിക്കുന്നു റബ്ബേ, നീ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. അല്ലാഹു പടച്ചവനെ, ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഭരണാധികാരികളെ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക ഒന്നും അറിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉ العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ ഇന്നത്തെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ്
മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു നമ്മുടെ ഇരുത്തം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.